പുലിപ്പാലിനായി വനത്തിലേക്ക് പോയ മണികണ്ഠൻ പുലിവാഹനത്തിൽ മടങ്ങിയെത്തി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന കാഴ്ച സർവരെയും സ്തബ്ധരാക്കുന്നു. തേടിയതും തേടിക്കൊണ്ടിരിക്കുന്നതും തേടി വന്നതുമായ എല്ലാ അനുഭവങ്ങളും സത്യങ്ങളും തത്വമസി എന്ന മഹാവാക്യത്തിൽ അടങ്ങുന്നു എന്ന യാഥാർത്ഥ്യം പ്രപഞ്ച പുരുഷൻ അർത്ഥവത്തായ പുഞ്ചിരിയിൽ ഒതുക്കുന്നു. അജ്ഞാനിയായ എനിക്ക് ശിവനാരായണ സങ്കല തത്വമായ അവിടുന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ ഭഗവാനെ. മണ്ണിനും വിണ്ണിനും മഴ മുകിലുകൾക്കും മണിച്ചാർത്ത് തീർത്ത എന്റെ മണികണ്ഠ ഭഗവാനെ, കാരുണ്യവാരിധിയായ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. മഹിഷി നിഗ്രഹത്തിനായി പിറവികൊണ്ട ഞാൻ എന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയിരിക്കുന്നു. എന്റെ ബാല്യ കൗമാരങ്ങൾക്ക് വിളനിലമായ ഈ കൊട്ടാരവും അങ്ങയുടെ വംശ പരമ്പരയും പ്രപഞ്ചമുള്ളിടത്തോളം ശ്രേഷ്ഠമായി നിലകൊള്ളും. അഴുത നദിക്കരയിലെ മരച്ചുവട്ടിൽ നിന്നും ആ തൃക്കൈകൾ കൊണ്ട് എന്നെ വാരി പുണർന്ന നിമിഷം മുതൽ അങ്ങന്റെ പിതൃസ്ഥാനീയനായി കഴിഞ്ഞു. മന്ത്രി, താങ്കൾ എന്തിനാണ് മാറി നിൽക്കുന്നത്? എന്റെ പൊന്നോമന പുത്രനെ കഠിനമായ പ്രവൃത്തികൾക്ക് വിധേയനാക്കിയിട്ട് അകന്നു മാറി നിൽക്കുന്നോ? അധികാര ഭ്രമം മൂത്ത എന്റെ അഹങ്കാരമാണ് അങ്ങേക്ക് ഈ പരീക്ഷണമൊരുക്കാൻ കാരണമായത്. ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിച്ചു കൊള്ളാം കരുണാമയ ഭക്തവത്സല. എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? ജയിക്കേണം ഭവാനേറ്റം, ക്ഷയിക്കേണം വിപത്തുതേ, നശിക്ക് തവ ശത്രുക്കൾ, നയം സാധിക്ക് ഭൂപതേ എന്ന് കരുതിപ്പോയി. എന്റെ അറിവുകേടിന് അവിടുന്ന് ക്ഷമയരുളിയാലും. തിരിച്ചറിവിനേക്കാൾ വലിയ പ്രാർത്ഥന ഈ ലോകത്ത് മറ്റൊന്നും തന്നെയില്ല. എപ്പോഴാണോ താങ്കളുടെ പാപങ്ങളെ കുറിച്ച് അങ്ങ് ബോധവാനായത്, അപ്പോൾ അങ്ങ് ഉണ്മയെ അറിഞ്ഞിരിക്കുന്നു. സകലതിനും ആധാരമായിരിക്കുന്ന പൊരുൾ തന്നെയാണ് താങ്കളിലും നിറഞ്ഞിരിക്കുന്നത്. അഥവാ അത് തന്നെയാണ് താങ്കളായി മനുഷ്യവേഷം പൂണ്ട് നിൽക്കുന്നത്. തത്വമസി, തത്വം അസി, അത് നീയാകുന്നു. പലപ്പോഴും നമ്മുടെ ചിന്തകൾ യുക്തിസഹമല്ല, പക്ഷേ പൊറുക്കാനും ക്ഷമിക്കാനും നാം ഒരു ചൈതന്യത്തെ ആശ്രയിക്കാറുണ്ട്. താങ്കൾ മണികണ്ഠന്റെ അഭിപ്രായത്തെ ശിരസാ വഹിച്ചുകൊണ്ട് വിടവാങ്ങിയാലും. മണികണ്ഠ, മണികണ്ഠ, എന്റെ പൊന്നു മകനെ, എനിക്ക് മാപ്പ് തരും മണികണ്ഠ. എന്ത് പരിഹാരം ചെയ്താലാണ് എനിക്ക് മുക്തി ഉണ്ടാവുക ഭഗവാനെ? അമ്മേ, ജീവിതം നശ്വരമാണ്. തെറ്റുകളിൽ നിന്ന് ശരികളിലേക്കും ശരികളിൽ നിന്ന് തെറ്റുകളിലേക്കും അത് കടലിലെ തിരമാലകൾ പോലെ ചാഞ്ചാടുന്നു. അലകളില്ലാത്ത അടിത്തട്ട് നിർവചിക്കാനാകാത്ത പരമശാന്തിയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. ആ അവസ്ഥയാണ് മുക്തി, മോക്ഷം. അവിടെ കാമലോഭ മോഹാദികൾക്ക് സ്ഥാനമില്ല. നിത്യമായ ശുദ്ധമായ സ്നേഹം മാത്രം. ഭഗവാനെ, അവിടത്തേക്കായി ഈ ഉള്ളവൻ എന്താണ് ചെയ്യേണ്ടത്? അരുളിയാലും. എനിക്കൊന്നും ആവശ്യമില്ല മഹാരാജൻ. അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ ഞാനിതാ നിത്യ ബ്രഹ്മചാരിയായി തപസ്സനുഷ്ഠിക്കാൻ പുറപ്പെടുകയായി. മണികണ്ഠ, പൊന്നാഭരണങ്ങൾ നിറഞ്ഞു കിടന്ന ഉടലിൽ കാഷായവും രുദ്രാക്ഷവും അലങ്കാരമാകുന്നത് എങ്ങനെ? അമ്മേ, ഭൗതിക സുഖഭോഗങ്ങൾ വെടിഞ്ഞ് സർവചരാചരങ്ങളുടെയും രക്ഷകനായി നിലകൊള്ളേണ്ട എനിക്ക് മറ്റെന്താണ് ചേരുക? ആടയാഭരണങ്ങളിൽ ഭ്രമിക്കാതെ ഇരുമുടിയേന്തി എന്നെ തേടിയെത്തുന്നവർക്ക് ആശ്രയമാകുകയാണ് എൻ്റെ ധർമ്മം. ആ സർവോത്തമമായ ധർമ്മത്തെ അനുശാസിക്കുന്നത് കൊണ്ടാണ് ഞാൻ ധർമ്മശാസ്താവാകുന്നത്. എങ്കിലും
ഭഗവാനെ, അവിടത്തേക്ക് വേണ്ടി ഈ ഉള്ളവൻ എന്തെങ്കിലും. ഒന്നും എനിക്ക് വേണ്ടല്ലോ. ശബരി എന്ന മഹാതപസ്വിനിയുടെ സാന്നിധ്യം കൊണ്ട് പരിപാവനമായ മലനിരകളിലൊന്നിൽ ഞാൻ ഉണ്ടാകും. ഇവിടെ നിന്ന് ഞാൻ എയ്യുന്ന ശരം ചെന്നു പതിക്കുന്ന ഇടം ശരം കുത്തി എന്ന പേരിൽ ഖ്യാതി നേടും. എന്നെ കാണാൻ ജീവിതത്തിൽ ആദ്യമായെത്തുന്ന ഓരോരുത്തരും അവനവന്റെ ജീവിതത്തിലെ നാഴികക്കല്ലായി ആ സ്ഥലത്തെ തിരിച്ചറിയും. അവിടെ ശരക്കോൽ കുത്തിയതിനു ശേഷമാകും എന്നിലേക്കും അവനവനിലേക്കുമുള്ള യാത്ര തുടരുക. അതിനുമപ്പുറത്ത് ശബരിമലയിലെ നിർമ്മല പീഠത്തിൽ നിത്യതാപസനായി ആപത് ബാന്ധവനായി ഞാൻ കുടികൊള്ളുന്നതായിരിക്കും. അധികം വൈകാതെ തന്നെ എനിക്കായൊരു ക്ഷേത്രം ആ പ്രദേശത്ത് ഉയർന്ന് കാണാറാകും. ഭഗവാനെ, സ്വാമി, അയ്യ, അപ്പനെ, അയ്യപ്പനെ, ശരണം ശരണം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. തത്വമസി. പാണ്ഡ്യേശ വംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.